ഭക്ഷണം കഴിച്ച് ഉടനെ തന്നെ നിങ്ങളുടെ വയറ് ബലൂൺ പോലെ വീർക്കാറുണ്ടോ? അസ്വസ്ഥത, വയറുവേദന, ഗ്യാസ് എന്നിവ തോന്നാറുണ്ടോ? ഇത് സാധാരണ ഗ്യാസിന്റെ പ്രശ്നമായിട്ട് എല്ലാവരും അവഗണിക്കാറുണ്ട്. പക്ഷേ സിബോ എന്ന് പറയുന്ന ഒരു കണ്ടീഷനും ആയേക്കാം. എന്താണ് സിബോ? അതായത് സിബോ എന്ന് പറയുമ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ബാക്ടീരിയൽ ഓവർ ഗ്രോത്ത്. അപ്പൊ നമുക്ക് പ്രധാനമായും രണ്ട് ഭാഗങ്ങളാണുള്ളത്. ചെറുകുടൽ അഥവാ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, വൻകുടൽ അഥവാ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഈ ചെറുകുടലിലാണ് നമ്മുടെ പോഷകങ്ങളുടെ ആഗിരണം ശരീരത്തിൽ നടക്കുന്നത്. വൻകുടലിലാവട്ടെ കോടിക്കണക്കിന് ബാക്ടീരിയകൾ വളരുന്നത് അവിടെയാണ്. സോ ഈ സിബോ കണ്ടീഷനിൽ ഈ ബാക്ടീരിയകൾ തെറ്റായ സ്ഥലമായിട്ടുള്ള ചെറുകുടലിൽ കൂടുതലായിട്ടും അമിതമായിട്ടും വളരാൻ തുടങ്ങും. അപ്പൊ അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ചെറുകുടലിലാണല്ലോ പോഷകങ്ങളുടെ ആഗിരണം നടക്കുന്നത്. അപ്പോൾ ആഗിരണം നടക്കുന്നതിന് മുമ്പ് ഈ ബാക്ടീരിയ ഫുഡിനെ ഫെർമെന്റ് ചെയ്യിപ്പിക്കും. അതിന്റെ ഭാഗമായിട്ട് മീഥൈൻ, ഹൈഡ്രജൻ പോലുള്ള ഗ്യാസസ് റിലീസ് ആവും. അതിന്റെ ഭാഗമായിട്ടാണ് പലരും ബ്ലോട്ടിങ്, ഗ്യാസ്, അതുപോലെ തന്നെ വയറുവേദന, അസ്വസ്ഥത, പിന്നെ കുറച്ച് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞൊരു ഫീലിംഗ്, ചിലവർക്കാവട്ടെ കോൺസ്റ്റിപ്പേഷനും ഡയറിയും വരും. പിന്നെ നമുക്ക് ഇത് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ നമുക്ക് വൈറ്റമിൻ B12 ഡെഫിഷ്യൻസിയും വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ എന്ത് ഫുഡാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത്? ലോ ഫുഡ് മാപ്പ് ഉള്ള ഫുഡ് വേണം ഉൾപ്പെടുത്താനായിട്ട്. അതായത് ലോ ഫുഡ് മാപ്പ് എന്ന് പറയുമ്പോൾ ചില ടൈപ്പ് കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഫുഡിൽ നിന്നും മാറ്റി വെക്കും കുറച്ച് നാളത്തേക്ക്. അപ്പോൾ ഇത് പ്രൊലോങ് ആയിട്ട് ഇത് തുടരണമെന്നില്ല, ലോ ഫുഡ് മാപ്പ് കണ്ടിന്യൂ ചെയ്യണം എന്നില്ല. ആർക്കൊക്കെയാണ് ഈ ഒരു അസുഖം വരാനുള്ള ചാൻസസ് കൂടുതൽ? അതായത് ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക്, പിന്നെ IBS പ്രശ്നങ്ങൾ വന്നവർക്ക്, പിന്നെ നമുക്ക് പ്രീവിയസ് ആയിട്ട് നമുക്ക് എന്തെങ്കിലും ചെറുകുടൽ ശസ്ത്രക്രിയ കഴിഞ്ഞവർക്കൊക്കെ ഈ ഒരു ഡിസീസ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതും വിചാരിച്ച് എല്ലാ ബ്ലോട്ടിങ്ങും എല്ലാ അസ്വസ്ഥതയും നമുക്ക് കറക്റ്റായിട്ട് സിബോ അല്ല. നമുക്ക് IBS ആവാം, പിന്നെ നമ്മളുടെ ഫുഡിൽ വരുന്ന ചേഞ്ചസ് ആയിരിക്കാം, സീലിയാക് രോഗങ്ങളായിരിക്കാം. അപ്പോൾ എല്ലാം നമ്മൾ ഈ ഒരു സിബോ കണ്ടീഷൻ ആണെന്ന് നമുക്ക് പറയാനും സാധിക്കില്ല. പിന്നെ ലോ ഫുഡ് മാപ്പ് നിങ്ങൾ ജീവിതകാലം മൊത്തം ഫോളോ ചെയ്യണം എന്നില്ല. കൂടുതലായിട്ട് നമ്മൾ സെൽഫ് ട്രീറ്റ് ചെയ്യുന്നേക്കാളും പകരം നമ്മൾ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫിസിഷ്യനെ കണ്ടിട്ട് അവരുടെ കയ്യിൽ നിന്നുള്ള കറക്റ്റ് ആയിട്ടുള്ള പരിശോധനയും ട്രീറ്റ്മെന്റും ഡയറ്റും എടുക്കുന്നത് ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹെൽത്തി, ബൈ.